എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മണല് കരിഞ്ഞു പറക്കുന്നെന്ത്ര കാക്കമലർന്നു പറക്കുന്നു. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺപൊരുന്നിനെ. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. പ്രിയമുള്ളവരെ, വരുന്ന ഡിസംബർ 13-14 തീയതികളിൽ ഹൈദരാബാദിലെ NSKK ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് മലയാള മിഷൻ തെലങ്കാന ചാപ്റ്ററിന്റെയും നവീന സാംസ്കാരിക കലാകേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭാഷാ സംഗമത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. തെലങ്കാന ചാപ്റ്ററിലെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 13-14 തീയതികളിൽ NSSK ഹൈസ്കൂൾ ഹൈദരാബാദിൽ വെച്ചിട്ട് അധ്യാപക പരിശീലനവും റേഡിയോ പരിശീലനവും ഒപ്പം 14-ാം തീയതി കടമ്മനിട്ടയിൽ നിന്ന് കാട്ടാക്കടയിലേക്ക് എന്ന കാവ്യ ഭാഷോത്സവം നടക്കുകയാണ്. മലയാള മിഷന്റെ ഡയറക്ടറും കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രിയ കവിയുമായ മുരുകൻ കാട്ടാക്കടയുടെ കവിതകളെ കോർത്തിണക്കിയ പരിപാടിയാണ് കടമ്മനിട്ടയിൽ നിന്ന് കാട്ടാക്കടയിലേക്ക്. ഭാഷാ പ്രവർത്തകരാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നത്. അതിനോടൊപ്പം അന്യം നിന്നു പോകുന്ന കഥാപ്രസംഗം എന്ന കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വീണ്ടെടുക്കുന്നതിനായി മലയാള മിഷന്റെ അധ്യാപികയായ ടീച്ചറും സംഘവും ഒരു കഥാപ്രസംഗം കൂടി നടത്തുന്നുണ്ട്. കവി മുരുകൻ കാട്ടാക്കടയുടെ ജീവിതത്തിലുള്ള സഞ്ചാരമാണ് കഥാപ്രസംഗം. ഈ പരിപാടികൾക്കെല്ലാം ഞാനും എത്തുന്നുണ്ട് കൂടെ. മലയാള മിഷന്റെ തെലങ്കാന ചാപ്റ്ററിലെ ഭാരവാഹികളായ രാധാകൃഷ്ണൻ സാർ, അതോടൊപ്പം തന്നെ ഉദയൻ മാഷ്, സുദീപ് പൊന്നിൻ മാഷ്, ഒപ്പം പ്രവർത്തനത്തിന്റെ ഒപ്പം നിൽക്കുന്ന ധാരാളം ഭാഷാ പ്രവർത്തകർ. ഈ ഒരു ഭാഷയുടെ ഉത്സവം നമുക്കെല്ലാം ഒത്തൊരുമിച്ച് ആഘോഷമാക്കാം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം കഥാപ്രസംഗത്തിലൂടെ ഭാഷയെ വീണ്ടെടുക്കുന്ന ടീച്ചറിന് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എന്റെ പേര് ബിജു പി മംഗലം. മലയാള മിഷൻ ഖത്തർ സംസ്കൃതി ചാപ്റ്ററിന്റെ സെക്രട്ടറിയാണ്. മലയാള മിഷൻ തെലങ്കാന ചാപ്റ്ററും നവീന സാംസ്കാരിക കലാകേന്ദ്രവും സംയുക്തമായി അണിയിച്ചൊരുക്കുന്ന കടമ്മനിട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഭാഷാ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ അന്യം നിൽക്കുന്ന കലകളുടെ, ഗ്രാമ നന്മകളുടെ ഒക്കെ തിരിച്ചുപിടുത്തത്തിന് സഹായകമാകുന്ന മലയാളം മിഷൻ പ്രവർത്തനങ്ങൾക്ക് പൂരകമായി തെലങ്കാന ചാപ്റ്റർ അണിയിച്ചൊരുക്കുന്ന മലയാളത്തിന്റെ മാണിക്യം എന്ന കഥാപ്രസംഗത്തിനും ടീച്ചറും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കടമ്മനിട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്കെന്ന സർഗാത്മക ആവിഷ്കാരം കലയുടെ ഈടുവയ്പായി അടയാളപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിപ്ലവത്തിന്റെ മണ്ണായ തെലങ്കാനയിൽ മനുഷ്യനാകണം എന്ന് പാടിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടാക്കട, മലയാള മിഷൻ റേഡിയോ വിഭാഗം മേധാവി ശ്രീ ജേക്കബ് എബ്രഹാം, മലയാള ഭാഷാ പ്രവർത്തക അധ്യാപിക ശ്രീമതി ആശാ മാഡം തുടങ്ങി മലയാളത്തിന്റെ പ്രിയപ്പെട്ടവർ ഒന്നിക്കുന്നു എന്ന വാർത്തയറിഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. അന്യം നിന്നുപോകുന്ന കഥാപ്രസംഗം എന്ന കലാരൂപത്തെ മുരുകൻ കാട്ടാക്കടയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുനരാവിഷ്കരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തും അധ്യാപികയുമായ ടീച്ചർ ആൻഡ് ടീം, തെലങ്കാനയിലെ രാധാകൃഷ്ണൻ ചേട്ടനടക്കമുള്ള ഭാഷാപ്രവർത്തകർ, കുട്ടികൾ, പഠിതാക്കൾ, രക്ഷകർത്താക്കൾ, നിങ്ങളെല്ലാവരും ഒന്നിക്കുന്ന ഈ മലയാളത്തിന്റെ മഹാ ഉത്സവത്തിന് മലയാള മിഷൻ മധ്യപ്രദേശ് ചാപ്റ്ററിന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വളരട്ടെ മലയാളം, നിറയട്ടെ നന്മകൾ. ഏവർക്കും ഭാഷാ അഭിവാദ്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം.
മലയാള മിഷൻ തെലങ്കാന ചാപ്റ്ററും നവീന സാംസ്കാരിക കലാകേന്ദ്രയും സംയുക്തമായി നടത്തുന്ന കടമനട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് എന്ന പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരിയും നല്ലൊരു അധ്യാപികയുമായ ടീച്ചറും ടീമും അവതരിപ്പിക്കുന്ന ഒരു കഥാപ്രസംഗമുണ്ട്. മലയാള മിഷൻ ഡയറക്ടറും കൂടാതെ ജനകീയ കവിയുമായ ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ജീവിതമാണ് ആ കഥാപ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിൻ്റെ മാണിക്യം എന്നാണ് ആ കഥാപ്രസംഗത്തിന് പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാഷിൻ്റെ കവിതകളെ ചേർത്തുകൊണ്ട് ഒരു ദൃശ്യാവിഷ്കാരവും നടത്തുന്നുണ്ട്. എല്ലാത്തിനുമുപരി മലയാള മിഷൻ റേഡിയോ മലയാളം ഹെഡ് ജേക്കബ് എബ്രഹാം സാറിൻ്റെ സർഗാത്മക റേഡിയോ മലയാളം ക്ലാസ്സുകളും ഭാഷാ അധ്യാപികയായ ആർഷ മാമിൻ്റെ നീലക്കുറിഞ്ഞി കണിക്കുന്ന ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവിധ ആശംസകളും തെലങ്കാന ചാപ്റ്ററിന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നാണു, മലയാളം മിഷൻ ഡൽഹി ചാപ്റ്ററിൻ്റെ കീഴിലുള്ള ഗാസിബ സോണലിൻ്റെ കോർഡിനേറ്ററാണ്. മലയാള മിഷൻ തെലങ്കാന ചാപ്റ്ററും നവീന സാംസ്കാരിക കലാകേന്ദ്രവും സംയുക്തമായി ഭാഷാ സംഗമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കടമ്മനിട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് എന്ന പരിപാടിയിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തുന്ന കഥാപ്രസംഗം മലയാളത്തിൻ്റെ മാണിക്യം എന്ന പരിപാടിക്കും മുരുകൻ മാഷിൻ്റെ കവിതകളുടെ ദൃശ്യാവിഷ്കാരത്തിൽ എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. വേറിട്ട് പോകുന്ന കഥാപ്രസംഗം എന്ന കലയ്ക്ക് തീർച്ചയായും ഇതൊരു മുതൽക്കൂട്ടാണ്. കാരണം ദിനരാത്രികൾ ഊണുമുറക്കവുമില്ലാതെ വളരെയധികം പഠനം നടത്തിയ ശേഷമാണ് ഈ കഥാപ്രസംഗം തയ്യാറാക്കിയത്. പൊതുവെ മുരുകൻ മാഷിൻ്റെ കവിതകൾ പ്രകൃതി സ്നേഹവും മനുഷ്യ സ്നേഹവും നിറഞ്ഞതാണ്. ഈ കെട്ടകാലത്ത് അതിനൊക്കെ വേണ്ടി നിലകൊള്ളുക എന്നതും ഒരു പോരാട്ടമാണ്. മലയാളത്തെ സ്നേഹിക്കുന്നവർ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൃഷ്ണകുമാർ, മലയാളം മിഷൻ ഖത്തർ ചാപ്റ്ററിലെ ഒരു അധ്യാപകനാണ്. മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററും നവീന സാംസ്കാരിക കലാകേന്ദ്രവും സംയുക്തമായി ഭാഷാ സംഗമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കടമ്മനിട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് എന്ന പരിപാടിയിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തുന്ന കഥാപ്രസംഗം മലയാളത്തിൻ്റെ മാണിക്യം എന്ന പരിപാടിക്കും മുരുകൻ മാഷിൻ്റെ കവിതകളുടെ ദൃശ്യാവിഷ്കാരത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര കഥാപ്രസംഗമായിരിക്കും. അപ്പോൾ ഇങ്ങനെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മലയാള സാംസ്കാരിക ദേശത്തിൻ്റെ ഒരു കഥാപ്രസംഗമെന്ന നമ്മളുടെ കലാരൂപത്തെ വീണ്ടും കൊണ്ടുവരുവാനുള്ള ടീച്ചറിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. നന്ദി. ഞാൻ സെറീന ഓയത്തുവാളിയിൽ കുജേറ മലയാളം മിഷൻ ചാപ്റ്ററിന്റെ ജോയിന്റ് സെക്രട്ടറി. കടമ്മനിട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് എന്ന നമ്മുടെ പ്രിയപ്പെട്ട മുരുകൻ മാഷിന്റെ കവിതകളുടെ ദൃശ്യാവിഷ്കാരം നടത്തുന്നതിനോടൊപ്പം എൻ്റെ പ്രിയങ്കരിയായ ഇസമോളും സംഘവും അവതരിപ്പിക്കുന്ന മുരുകൻ സാറിന്റെ ജീവിതയാത്രയെ കുറിച്ചുള്ള കഥാപ്രസംഗത്തിനും മറ്റു പരിപാടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ആശംസകൾ, മംഗളാശംസകൾ നേരുന്നിതാവേളയിൽ ടീസമോൾക്കും സംഘത്തിനും ആയിരം ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയശ്രീ ജയപ്രകാശ്, മലയാളം മിഷൻ ഗോവ ചാപ്റ്റർ സെക്രട്ടറി. മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററും നവീന സാംസ്കാരിക കലാകേന്ദ്രവും സംയുക്തമായി ഭാഷാ സംഗമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കടമനട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് എന്ന പരിപാടിക്ക് ഗോവ ചാപ്റ്ററിൻ്റെ ആശംസകൾ. മലയാളം മിഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ കവിയും മിഷൻ ഡയറക്ടറുമായ മുരുകൻ മാഷിൻ്റെ കവിതകളുടെ ദൃശ്യാവിഷ്കാരം ഭാഷാ അധ്യാപിക ശ്രീമതി ആഷ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കണിക്കൊന്ന നീലക്കുറിഞ്ഞി കോഴ്സുകളുടെ പരിശീലനം. റേഡിയോ മലയാളം മിഷൻ ഹെഡ് ശ്രീ ജേക്കബ് എബ്രഹാം നയിക്കുന്ന സർഗാത്മക റേഡിയോ പരിശീലനം. മലയാളം മിഷൻ
തെലുങ്കാന ചാപ്റ്റർ അധ്യാപിക ശ്രീമതി TC സംഘവും മുരുകൻ മാഷിന്റെ ജീവിത വഴികളെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന മലയാളത്തിന്റെ മാണിക്യം എന്ന കഥാപ്രസംഗം. ഇവ ചേർന്നതാണ് കടമനട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് എന്ന പരിപാടി. തെലുങ്കാന ചാപ്റ്ററിന് ഒരിക്കൽ കൂടി ഗോവ ചാപ്റ്ററിന്റെ ആശംസകൾ. പ്രിയമുള്ള എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിന്റെ മാണിക്യം എന്ന അർത്ഥവത്തായ ശീർഷകത്തിൽ പ്രശസ്ത കവിയും സാഹിത്യകാരനും വാഗ്മിയും നമ്മളുടെ മലയാളം മിഷന്റെ തലവനുമായ മുരുകൻ കാട്ടാക്കട സാറിന്റെ ഇതുവരെയുള്ള ജീവിതത്തിന്റെ ഏടുകളിലേക്ക് ഒരു യാത്ര. കേരളത്തിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കഥാപ്രസംഗത്തിലൂടെ നമ്മൾക്കെല്ലാം വേണ്ടി വളരെ ഉത്സാഹത്തോടെയും ആവേശത്തോടെയും അവതരിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ടിസ ആൻറ്റി ആൻഡ് ടീമിനും ഈ സംഗമത്തിൽ നേതൃത്വം നൽകുന്ന മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററിലെ എല്ലാ ഭാരവാഹികൾക്കും ഈ സമ്മേളനത്തിൽ ക്ലാസുകൾ നയിക്കുന്ന റേഡിയോ മലയാളം ചീഫ് ജേക്കബ് സാറിനും ആർഷ മാഡത്തിനും മധ്യപ്രദേശ് ചാപ്റ്റർ ഭോപ്പാൽ ചാപ്റ്ററിന്റെ വിദ്യാർത്ഥിയായ മാളവിക പിള്ളയുടെ എല്ലാവിധ ആശംസകൾ നേരുന്നു. പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ജലമാണ് ജീവൻ, ജീവന്റെ ജീവൻ, ജലമെന്റെ അമ്മയാണ്, അമൃതമാണ്. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം.